IPSC ആസ്പിരൻസ് പുതിയ സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് കുട്ടിയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് PSC പഠനത്തിന് വേണ്ടി ടൈം മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏതൊക്കെ എക്സാംസിന് വേണ്ടിയാണ് ഫോക്കസായിട്ട് പഠിക്കുന്നത്, അതുപോലെ എൻ്റെ പഠനം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ യാത്രയും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ദിവസവും എത്ര മണിക്കൂർ പഠിക്കും, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ്. രാവിലെ എണീച്ചിട്ട് ഇന്ന് കുഞ്ഞൊരു യാത്രയുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ PSC പഠനം സ്റ്റാർട്ട് ചെയ്തത്. പോയിട്ട് വരണ വഴിക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. OMR ഷീറ്റിൻ്റെ ബുക്ക്ലെറ്റ്. 1-2 കടകൾ ഞാൻ ചോദിച്ചവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ വേറൊരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്കാണ് സാധനം കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ കോപ്പി എടുത്താണ് OMR ഷീറ്റ് പഠിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ. OMR ബുക്ക്ലെറ്റ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പോൾ നമ്മൾ PSC പഠിക്കുന്നവർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമുക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ PSC ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയത് ഞാൻ ഇന്നലെ രാത്രി പഠിച്ചു വെച്ചതിൻ്റെ ബാക്കിയായിട്ടാണ്. ഇപ്പം വിദ്യാഭ്യാസ കമ്മീഷനും അതുപോലെ തന്നെ സർവകലാശാലകൾ, അതുപോലെ സാക്ഷരതാ മിഷൻ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നോട്ട് എഴുതി പഠിക്കുന്നത്. ഞാൻ ഓൾറെഡി നോട്ട് എഴുതിയിട്ടാണ് ബാക്കി പഠിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിന് ശേഷം പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടൈം മാനേജ് ചെയ്യുന്നത്. കുട്ടിയെ കൊണ്ട് നമുക്ക് ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കുറച്ചധികം കഷ്ടപ്പെടണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്രയുണ്ടെങ്കിൽ അതിന് പോയിട്ട് വന്നിട്ട് പിന്നെ അധികം സമയം കളയില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചെയ്തിട്ട് നേരെ പഠിക്കാൻ വേണ്ടി കയറും. സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അവൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ആ ഒരു 2.5-3 വയസ്സിനകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ വന്നിരിക്കും. ജസ്റ്റ് എനിക്ക് ഒരു ബുക്കും പേനയൊക്കെ അവനും കൊടുക്കും. അവൻ ചിലപ്പം പോവും, ചിലപ്പം കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ കയറി ഇരുന്നതിന് ശേഷമായിരിക്കും അവൻ പോയി കളിക്കാനൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് എന്നാലും നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും കാണും. എന്നാലും അവരെ എടുത്തു വെച്ചൊക്കെ പഠിക്കും. ചിലപ്പോൾ അവർ ഉറങ്ങുമ്പോൾ പഠിക്കും. അങ്ങനെയാണ് ടൈം ഞാൻ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന എക്സാംസാണ്. കമ്പനി ബോർഡ് LGSന് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും വരുന്നുണ്ട്, അതിനും ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ LGSൻ്റെ പഠനത്തോടൊപ്പം കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന് വേണ്ടി ഞാനിപ്പം മുതൽ ഇംഗ്ലീഷും അതുപോലെ മാത്സ് കുറച്ചും കൂടി ഡീപ്പായിട്ടും അതുപോലെ മലയാളം കൂടി ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 2025 PSC റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടിയാണ്. സോ കറണ്ട് അഫേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം എവിടെ നിന്നൊക്കെ കണ്ടൻറ്റ് കിട്ടുമോ അവിടെ നിന്നൊക്കെ പഠിക്കാൻ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫേഴ്സ് നോക്കുന്നുണ്ട്, അതുപോലെ വീക്കിലി കറണ്ട് അഫേഴ്സ് കിട്ടുമെങ്കിൽ അത് നോക്കുന്നുണ്ട്. അതിൽ ഞാൻ എഴുതിയ പോയിൻ്റൊന്നും എഴുതത്തില്ല. ജസ്റ്റ് നമ്മൾ എത്രത്തോളം കേൾക്കുമോ അത്രത്തോളം നമ്മൾ മൈൻഡിൽ സെറ്റാവും. മന്ത്ലി കറണ്ട് അഫേഴ്സും ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയത് ഞാൻ പറഞ്ഞ 2025 ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. തന്നെ മനുഷ്യാവകാശ കമ്മീഷനും നോക്കിയിട്ടുണ്ട്. ഇനി എനിക്കിന്ന് നോക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ മാത്സ് നോക്കണം, അതുപോലെ ഇംഗ്ലീഷിൽ കുറച്ച് ടോപ്പിക് കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അവ ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ എനിക്കിപ്പം വീഡിയോ വോയിസ് കയറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം വോയിസ് കൊടുക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്